എന്നാലും എന്റെ കുഞ്ഞൻ അമ്മായിനൊന്നും കാണാൻ വരാൻ തോന്നിയല്ലോ മോനെ. പിന്നെ അമ്മ എന്താ വിചാരിച്ച അമ്മേനോട് സ്നേഹമില്ലാന്നോ? ഞാൻ അങ്ങനെയൊക്കെയാ വിചാരിച്ചു. ഇന്നെ ആർക്കും വേണ്ട, എന്നെ കാണാൻ ആരും അങ്ങനെയൊന്നല്ല. പിന്നെ കൊച്ചിയിലൊക്കെ എന്ത് ഓ എന്ത് കൊച്ചി മോനെ, ഇനി ഒന്ന് പോന്നേരം എന്നെ ഒന്ന് കൊച്ചി കൊണ്ടുപോണേ. ഓ നമുക്ക് ഒരുമിച്ച് പോവാ ഇനി പോകുമ്പോ. മെട്രോയിലൊക്കെ കാണാൻ ഭയങ്കര അതെല്ലേ. നമുക്ക് പോവാം. കുടുംബശ്രീക്കാരും മറ്റോലും മറിച്ചോലും ഒക്കെ പോവും. എനിക്ക് പോവാനാകുകയല്ല. ശോഭേച്ചിയെ അമ്മ ലിങ്കേജിലുണ്ട് പൈസ തന്നിനു. പൈസയും കൊണ്ടോളെ, എന്നാലും ബാങ്കിൽ അടയ്ക്കാനുള്ളതാണേ. എന്നായിക്കോട്ടെ. പിന്നെ അമ്മയ്ക്കൊക്കെ സുഖാണ് മോനെ? ഓളെ കൊറേ കാലം ഇങ്ങോട്ട് കാണാതെ. എടാ എന്തായത്? അതൊരു ഒദ്യാർക്കല്ലാത്ത ചെറിയോളാ മോനെ. എന്നാ ഞാൻ പൈസ അകത്തോണ്ടക്കട്ടെ. അല്ല ഉദ്യാർക്കില്ലാത്ത കുട്ടിയോ എന്ന് വെച്ചാ എന്താ അർത്ഥം? ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം. മലയാളത്തിൽ ഇങ്ങനെ വാക്കില്ലേ? എന്തോ ഒരു കുറവാ. പാവം കുട്ടി. കുട്ടി ഒരു മിനിറ്റ് നിക്കോ? കുട്ടി എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ? ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് ആയിട്ട് ജനിക്കുന്നില്ല. അതിന് അല്ല, ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ടാവും. ചിലർക്ക് പണം ഉണ്ടാവില്ല, ചിലർക്ക് സൗന്ദര്യം ഉണ്ടാവില്ല, ചിലർക്കാണെങ്കിൽ ഒതിയാർക്കും ഉണ്ടാവില്ല. അതിനാർക്കും അവിടെ ഒതിയാർക്കം ഇല്ലാത്തപ്പോ? അല്ല, കുട്ടിക്ക് ഒതിയാർക്കത്തിന് എന്തോ കുറവുണ്ടെന്ന് ഇവിടുത്തെ അമ്മായി പറഞ്ഞു. ആ ശോഭയാ ഓൾ എന്നെ കൊണ്ട് അങ്ങനെ പറഞ്ഞില്ലേ? നിന്റെ അമ്മയ്ക്കാടാ ഒതിയാർക്ക കുറവ്. എന്റെ അമ്മേ, എന്തൊരടിയാ പെണ്ണ അടിച്ചേ. മോനെ ചായ എടുക്ക്, ചായ എടുത്തേക്ക്. എന്തേറ്റി? ഞാനേ ഉദ്യാർക്കത്തിന്റെ അർത്ഥം ഒന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. ഉദ്യാർക്കത്തിന്റെ അർത്ഥം? പൂയിഞ്ഞ പെണ്ണിന്റെ വയ്യ പോയതാ? എന്റെ ദൈവമേ, കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഉദ്യാർക്കം എന്ന് പറഞ്ഞ മര്യാദയാടോ. എന്നാ അത് ആദ്യം പറഞ്ഞുകൂടായിരുന്നു മലയാളത്തിൽ മര്യാദ. ഞാനും വേണ്ടി കഴിഞ്ഞ് കോയിലോട്ടാ പെണ്ണിന്റെ അയ്യ പോന്നേ.